അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, സന്തോഷ വാർത്തകൾ, സന്തോഷകരമായ സന്ദർഭങ്ങൾ നമുക്ക് പല നിലക്കും ഒരുമിക്കാനും ഒരുമിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്താനുമുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമസ്ത വിഭാഗം പറഞ്ഞു, സമസ്തയിൽ നിന്ന് പുറത്തുപോയ എല്ലാ സഹോദരങ്ങൾക്കും തിരിച്ചു വരാം. ഖർവാപ്പസി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ എന്ന്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഉസ്താദ് കാന്തപുരം പറഞ്ഞു, ഞങ്ങൾ സമസ്തയിൽ നിന്ന് പോയിട്ടില്ല, പിന്നെയോ MLA-മാരും MP-മാരുമൊക്കെ പെട്ടെന്ന് വാക്കൗട്ട് നടത്താറില്ലേ, അതുപോലെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല കാര്യമാണ്. വാക്കൗട്ട് നടത്തിയാൽ പിന്നെ വരാതിരിക്കലാണോ? അല്ല, കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വരും. 40 വർഷമായില്ലേ, അതുകൊണ്ട് വേഗം വന്ന് തറവാട്ടിൽ എത്തുക, എന്നിട്ട് ഒറ്റ തറവാടായിട്ട് മുന്നോട്ട് പോവുക. അതിന് പ്രയാസമൊന്നുമില്ലല്ലോ. ഇല്ല, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു, അതിന് മറ്റവർക്കും പ്രയാസം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇനി അതിനപ്പുറം ഇസ്ലാമിന് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതെന്താണ്? അത് ഇസ്ലാമിൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു തറവാടുണ്ടല്ലോ. ശരി, ആ തറവാട്ടിലേക്ക് തിരിച്ചു ക്ഷണിച്ചതാണ് ആര്? നൂഹ് അലൈഹിസ്സലാം മുതൽ അന്തിമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകൾ. അപ്പോൾ ആ തറവാട് ഏതായിരുന്നു? വദ്ദേ സുവാഎ യൗസ യഊഖ നസ്റെ കാക്കണേ എന്ന് പറഞ്ഞ തറവാടാണോ? അല്ല, അള്ളാഹുവെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്ത തറവാടാണ്. അത് ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യുന്ന അബൂജഹലിന്റെ തറവാടാണോ? അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ തറവാടാണോ? എങ്കിൽ നഗൂർ, അജ്മീർ, ഏർവാടി, പുത്തമ്പള്ളി, മുനമ്പം, ഭീമ തുടങ്ങി ഈ ജാറങ്ങളിലും ദർഗകളിലും മക്കാമുകളിലും ഒക്കെ മറമാടപ്പെട്ട ആളുകളോടുള്ള ഇസ്തിഗാസയുടെ തറവാടാണോ? അതല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുന്ന തറവാടാണോ? ആ തറവാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ തറവാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് വേണമെങ്കിൽ നമുക്ക് ചർച്ചകൾ നടത്താം. എന്ത് ചർച്ച? അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്യണോ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യണോ എന്ന ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ സമസ്തക്ക് ഇന്നാളെ കൂടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടാവും. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ വിലയിരുത്താനും സാധിക്കും. എന്നാൽ ചർച്ചയില്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാവുന്ന ഒരു മേഖലയാണ് അള്ളാഹുവെ കാക്കണേ എന്ന ഇസ്തിഗാസ. ജിന്നെ, മലക്കെ, വലിയെ എന്നിങ്ങനെ ഒന്നും ഇസ്തിഗാസ ചെയ്യാതെ അള്ളാഹുവെ കാക്കണേ എന്ന് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന ഈ ഐക്യത്തിന്റെ പാതയിലേക്ക് നമുക്കിത് വരാം. അതിനിങ്ങോട്ട് വന്നു എന്നോ അങ്ങോട്ട് പോയി എന്നോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം, കാരണം സത്യവുമായുള്ള ബന്ധമാണ്. അത് ഖർവാപ്പസിയാണ്, അതാണ് യഥാർത്ഥ ഖർവാപ്പസി. അപ്പോൾ ആ ആശയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശദ വിവരങ്ങൾക്ക് തറവാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന പുസ്തകം വായിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.